ഹൈ കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് ഒരു നടീലുമായിട്ടാട്ടോ. സാധാരണ ഇപ്പം കുറേ ആയിട്ട് പച്ചക്കറി തന്നെയാണ് ഞാൻ നടീൽ കാണിച്ചത്. ഇടയ്ക്ക് പൂക്കളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പൂക്കൾ നടീൽ കാണിച്ചിട്ടില്ല ഇപ്പം അടുത്തൊന്നും എനിക്ക് തോന്നുന്നു. അപ്പം ഇന്ന് ഞാൻ ഇനി മുതൽ പൂക്കളൊരു വസന്തകാലം തന്നെയാണല്ലോ. മഴയൊക്കെ കുറഞ്ഞാലും പൂക്കൾ കൊണ്ടുള്ള നല്ല ഭംഗിയിൽ പൂക്കൾ ഉണ്ടാകുന്ന സമയമാണല്ലോ. അപ്പൊ ഞാനിന്ന് ഒരു പൂച്ചെടി നടട്ടെ എന്ന് വിചാരിച്ചു കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇന്ന് നടുന്നത് ഞാൻ മുമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഈ ചെടിയാണ് ഞാൻ നടുന്നത്. ഈ ചെടീന്റെ പേര് ഞാനിങ്ങനെ ദിവസേന ഗുഡ് മോർണിംഗ് ഇടുന്നതൊക്കെ ഈ ചെടികളെ ഞാൻ കാണിക്കാറുണ്ട്. ഇതിന്റെ പേരാണ് ജെറേനിയം. ജെറേനിയം പല കളറിലും ഉണ്ട്. ഈ കളറാണ് ആ കളറിലെ കൂട്ടത്തിൽ വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് പൂവ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു കട്ട ചോപ്പൊക്കെ ആയിരിക്കണം, അങ്ങനെയൊക്കെ ഇതാ. പക്ഷെ മറ്റു കളർ കാണുമ്പോൾ ഞാൻ അതിലും വീണ് പോകുന്നുണ്ട്, ചോപ്പ് കാണുമ്പോൾ അതിലും വീണ് പോകുന്നുണ്ട്. എന്താ അറിയില്ല, പൂക്കളങ്ങ് വീണ് പോവുക, നോക്കി നിന്ന് പോവുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ജെറേനിയ പൂവിൻ്റെ ഒരു ഭംഗി, ഇത് കുറേ ഉണ്ടാവും ഒരു ചെടിയിൽ. ഇതിന്റെ വലിപ്പം നോക്ക്, വലിപ്പം. ഇത് വിരിഞ്ഞ് നിൽക്കുന്നേ, ഇനി ഇത് വിരിയാനുണ്ട്. ഇവിടെ മുട്ട് ഇതൊക്കെ അങ്ങോട്ട് വിരിഞ്ഞ് ഇവിടെ ബാക്കിലതാ ഒക്കെ അതിൻ്റെ മൊട്ടിങ്ങ് വിരിഞ്ഞ് നിന്നറിയൂ. അപ്പൊ ഞാൻ ഇതിന്റെ തൈ ഉണ്ടാക്കുന്ന വിധവും ഇതൊന്ന് പുതിയത് നടലും എല്ലാം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കാന്ന് വിചാരിച്ചു. എന്നാൽ നിങ്ങൾക്കും അതുപോലെ നടാലോ. നമുക്ക് ഏത് ചെടീൻ്റെ നനച്ചു കൊടുക്കുമ്പോ തന്നെ അതിൽ ഉണക്ക് ഇതില്ലേതാ, ഇതെല്ലാം കളയണം. എന്നാൽ തന്നെ ചെടിക്കന്നെ ഒരു കാഴ്ചക്ക് ഒരു ഭംഗിയും പിന്നെ ഉഷാറുണ്ടാവുകയും ചെയ്യുള്ളൂ. ഇത് വീണ് പോയി, ഇതിന്റെ സമയം കഴിഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ തൊട്ട് കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അത് വീണുപോയി. സാരല്ല, സമയം കഴിഞ്ഞതാ. അപ്പൊ ഞാൻ ഇതിന്റെ പുതിയ ചെടി ഉണ്ടാക്കുന്നതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എൻ്റെ അടുത്ത് പലതരം ചെടികളുണ്ട് കേട്ടോ. ഇത് ഡെയ്സി, ഇതൊക്കെ ഡെയ്സി പിടിപ്പിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ബാക്കിൽ നിറയെ ബോഗൺവില്ലേ. അപ്പൊ തുടങ്ങുന്നേ ഉള്ളൂ, പൂക്കൾ ഇങ്ങനെ മുറ്റം നിറയാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഒരു നവംബർ പകുതി ആകുമ്പോഴാണ് തുടങ്ങി. ഇപ്പൊ ഡിസംബർ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി അങ്ങോട്ടേക്ക് നോക്കണ്ട, മെയ് ജൂൺ ആവുന്നവരെ പൂക്കളായിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ നടീൽ രീതി ഒന്ന് നോക്കാട്ടോ. എന്നാ വരി. അപ്പൊ ഞാന് ചെടി നടുന്നത് ഈ പോട്ടിലാ. ഈ പോട്ട് ഞാൻ കുറെ പ്രാവശ്യം ചെടികളൊക്കെ നട്ടതായിരുന്നു. ഉള്ളു കാണിക്കാൻ പറ്റൂല, ഉള്ളു വെറും കൊള. പുറം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തേച്ച് ചെയ്യതാ. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ വൃത്തിയില്ലാത്തതിൽ നട്ട് കാണിക്കുന്നത്. പുറം ഞാൻ തേച്ച് ചെയ്യതാ, ഉള്ളു വട്ടപൂജ. അപ്പൊ ഞാൻ ഇതിന്റെ തൈ ഉണ്ടാക്കുന്ന വിധ കാണിക്കുന്നത് കേട്ടോ. ഞാൻ തൈ ഉണ്ടാക്കി വെച്ച് കാണിച്ചു തരാം. പ്ലാവിന്റെ ഇല ഈർക്കിളി കൊണ്ട് കുമ്പിള് കുത്തിയിട്ട് മണ്ണ് നിറച്ച് ഇതിലേക്ക് നട്ടു കൊടുത്തിരുന്നതാ. പഞ്ചറായി അടിയിൽ ഇതൊക്കെ പഞ്ചറായി വന്ന് 2 ആഴ്ച ആയതാ. തെളിഞ്ഞു വന്ന് കണ്ടോ. ഇത് അങ്ങ് ഉണ്ടായിക്കോളൂ. അങ്ങനെ ഒന്ന് ഇവിടെ കിടത്തിയെ കൊണ്ട് അങ്ങ് കാണിക്കാൻ വേണ്ടി അവിടുന്ന് കൊണ്ടുവന്നാ. 2 3 പ്ലാവിൻ്റെ ഇലയൊക്കെ കൊളായി പോയിട്ടുണ്ട്, പഞ്ചറായി. കാരണം ഇത് 2 ആഴ്ച ആയതാ. ഒന്ന് നോക്കിയിട്ട് കാര്യമല്ല. തെളിഞ്ഞു നിൽക്കുന്നത് കണ്ടോ പ്ലാവിൻ്റെ ഇലയിൽ. ഇത് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് പോട്ടിൽ വെക്കാം. ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ചെടി ഉഷാറായത്, ജെറേനിയ അടിപൊളിയാ. ഇതിവിടെ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ കാണിക്കാം. ഇത് കുത്തനെ നിർത്താൻ പറ്റൂ. കുത്തനെ എടുത്തിട്ടോ എന്നാൽ ഇവിടെ നിർത്താം. കുത്തനുള്ള സ്ഥലത്തുനിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ടാ. കണ്ട ഈ കൂർപ്പ് ഞാൻ വീണു. ഞാന് ചെടികള് ഇങ്ങനെയുള്ള ചെടീൻ്റെ ഇടയിൽ വെക്കല. നിന്നോളൂ. ഇതും കാണിക്കാൻ എടുത്തോണ്ട ഇത് ഇവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയ കുമ്പിള് കുത്തിയെന്നുള്ളത് എന്നോട് ചിലർ ചോദിക്കും, നിങ്ങളെങ്ങനെ കുമ്പിള് കുത്തിയോന്ന് കാണിക്കുമോ എന്നുള്ളത്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. പ്ലാവിൻ്റെ ഇല ഞാൻ ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്തതാ. ദൂരെ പോയില്ല, അപ്പുറം ബാക്കോട്ട് പോയാൽ വലുത് കിട്ടും. വലുതാ നല്ല കുറേ മണ്ണ് കൊള്ളും. ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങാക്കുക. ഇപ്പൊ കുമ്പിള് കുത്തി ഒക്കെ ചെറുപ്പത്തിലെ പണികളാ.
നമുക്ക് പ്ലാസ്റ്റിക് ഒക്കെ നമ്മളെ ഭൂമിയെ സംരക്ഷിക്കുക, പ്ലാസ്റ്റിക്കിലൊന്നും നട്ട് വളർത്തണ്ട. ഈ തൈകളൊക്കെ ബാക്കി ഇതൊക്കെ പ്ലാസ്റ്റിക് ആട്ടോ, ഞാൻ അങ്ങനെ ഒന്നും കുറ്റം പറയില്ല. തൈകളൊക്കെ നമുക്ക് ആവുന്നത് നോക്കാം. ഇതിൽ കുറേ മണ്ണ് ഇതാ ഒരു ഇർക്കിളി എടുത്ത് ഇങ്ങനെ കുത്തുക. ഇതാ ഇതാ ആയി, ഇത്രേ പണിയുള്ളൂ. എന്നോട് ആരോ ഇന്നലെ ചോദിച്ചു കുമ്പിള് കുത്തുന്നതും കൂടി കാണിച്ചാൽ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ സംഭവം കേട്ടോ. ഇതറിയാത്ത പോലെ ആരും ഉണ്ടാവില്ല. എന്നിട്ട് ഇതിലേക്ക് മണ്ണ് നിറക്കുക. മണ്ണ് നിറക്കാൻ വേണ്ടി മണ്ണ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു ഞാൻ കുറച്ച്. ഇതിലായിക്കോട്ടെ, ഇത് പഴയതാ. ഓ, പാറ പോലെ ഉറച്ചു പോയിട്ടോ. ഇത് കുറെ മാസമായത് അനങ്ങുന്നില്ല, ഉള്ളിൽ മണ്ണുണ്ട്, പാറ പോലെ ഉറച്ചു പോയി. ഇങ്ങനെ ചെയ്തിട്ട് മണ്ണ് നിറക്കുക. കുറെ മണ്ണ് കൊള്ളൂ. നമുക്ക് ഈ ഇതില്ലേ കറുപ്പ് ട്രേ ഉണ്ടാവില്ല, അതിലാണല്ലോ തൈ മുളക്കല്. അപ്പൊ അതിലേക്ക് നിറച്ചാൽ മതി. പിന്നെ ഇതെങ്ങനെയാണ് പൊട്ടിക്കാന്നറിയോ? ചെറിയ പീസ് എടുക്കൽ എങ്ങനെയാ വെച്ചാല്, ഇതിപ്പം വലുതായി ഉണങ്ങിയതാ, പൂ ഉണങ്ങി എല്ലാം കഴിഞ്ഞിതാ പൂവെടുത്ത് ഞാൻ പൂവ് ഇതിലെ തന്നെ അങ്ങിടല ഒക്കെ ജൈവ. എന്നിട്ട് ആ ഉണങ്ങിയെന്നാണ് പൊട്ടിക്കേണ്ടത്. എല്ലാ സ്ഥലത്തും മുട്ട, അതുകൊണ്ടാ. ഇതിങ്ങോട്ട് എടുക്കുക, പൊട്ടിച്ചെടുത്ത്. ഇത് ചെറുതാ, കണ്ടില്ല തൈ? ഈ തൈ ഞാൻ എന്താക്കുന്നറിയോ? ഇതിലേക്ക് ഇത്രേ പണിയുള്ളൂ. നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചാലും അങ്ങ് പൊയ്ക്കോളൂ. പിന്നെ ഈ ചെടിന്റെ സൈഡിൽ ഇങ്ങനെ കുത്തി കൊടുക്കല്ല, അപ്പൊ ഇതിലേക്ക് വെള്ളം ഒഴിച്ചാൽ ഈ ചെടിക്കും കിട്ടിക്കോളൂ. ഇതാനങ്ങനെ മറിഞ്ഞ് വീഴില്ല. ആവശ്യം വരുമ്പോ എടുത്തു കൊണ്ടുപോവാ. കണ്ടോ ആവശ്യം വന്നത്? ഞാനിപ്പോ ഇത് നടാൻ പോവുക. ഇത് തൊടാൻ പറ്റൂലതാ, നല്ല അടിപൊളിയായിട്ടില്ലേ? ഇനി ഞാന് തൈ ഉണ്ടാക്കി കഴിഞ്ഞ് കാണിച്ചു തന്നു, തൈ ഉണ്ടാക്കുന്നത് കാണിച്ചു തന്നു, കുമ്പിള് കുത്തുന്നത് കാണിച്ചു തന്നു. ഇനി പോട്ട് എടുത്തിട്ട് പോട്ടി മിക്സ് നിറക്കട്ടെ കേട്ടോ. ഞാൻ ഇതിൽ എന്തൊക്കെ ചേർത്ത് വെച്ചാൽ അതുപോലെ ഇത് നിറച്ചിങ്ങനെ കട്ട് ചെയ്ത് ഓരോരുത്തർ വരുമ്പോ ഇത് കിട്ടിയേ പറ്റൂ. അപ്പൊ ഞാൻ ഓരോന്ന് കട്ട് ചെയ്ത് കൊടുക്കല. അപ്പൊ ഞാൻ ഇനി പോട്ടി മിക്സ് നിറക്കട്ടെ കേട്ടോ. ഫസ്റ്റില് ഞാൻ ഇടാൻ പോകുന്നത് ഇതാ ചകിരി ചോറല്ല ചകിരി. ഇതെവിടുന്നാ കിട്ടിയെന്നുള്ളത് ഞാൻ ഇനി പറയുന്നില്ല, അത് തീർന്നില്ല എന്ന് ചോദിക്കൂ. ഇത് എന്റെ ബെഡ് പൊട്ടിച്ചതിൻ്റെ. ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഞാനിപ്പൊ ഇത് ഒഴിവാക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ എന്ത് ഇട്ടാലും അവസാനം ഇതിപ്പോ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മണ്ണ് പോക്കി വെക്കുമ്പോ മണ്ണൊക്കെ അങ്ങനെ അടിഞ്ഞിട്ട് ഈ ഒരു സംഭവം കാണുന്നതന്നെയല്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഇത് കുറെ ഇടണം ഇതിന്റെ അടിയിൽ നിന്നാ. ഇന്ന് ഞാൻ മണ്ണ് പോക്കുമ്പോ എനിക്ക് തിരിഞ്ഞത് ഒരു ഉറച്ച് കിടക്കും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാകുമ്പോ ഒന്നും ഉണ്ടാവൂല, വെള്ളം പിടിച്ചു നിന്നോളും, മണ്ണ് ഒലിച്ചു പോവൂല. എന്താ കുറച്ചേക്കാണെങ്കിൽ കൂടുതലധികം കാണിച്ചൂടാ. എത്തിന മണ്ണ് ഇടട്ടോ. മണ്ണ് ഞങ്ങോട്ട് കൊണ്ടുവന്നത് അതിപ്പോ എന്റെ മുറ്റത്ത് അങ്ങനെ മണ്ണുണ്ടാവൂല. എല്ലാം പച്ച ഇല്ല എന്തൊക്കെ കാണുന്നുണ്ട്. കുറച്ച് ഇതിട്ട് ഞാൻ അതിന്റെ മേലെ ഞാന് കൊറേ പുല്ലങ്ങിടട്ടെ. ഇതൊക്കെ എന്താവുന്നറിയോ? നല്ല വളമായി മാറിക്കോളൂ. ഇത് വീണ്ടും മുളച്ചു വരുന്നു, പേടിക്കേ വേണ്ട. അടിയിലേക്കാ പോണത്. ധാരാളം മൂലകങ്ങൾ എടുത്തിട്ടാണ് ഇത് വളർന്ന് വലുതായത് നിലത്തുനിന്ന്. അങ്ങനെ മണ്ണിൽ നിന്ന് മൂലകങ്ങളൊക്കെ വലിച്ചെടുത്തുണ്ടായ പുല്ലാണല്ലോ. ആ മൂലകങ്ങളൊക്കെ ഇതിന് കിട്ടിക്കോളും, ചീഞ്ഞിട്ട് ഇതിന് വളമായി കിട്ടിക്കോളും. എനിക്ക് എപ്പോ ഉണ്ടാവും പുല്ല്. ഞാൻ ഇങ്ങനെ ഇത് റോഡ് സൈഡ്, എൻ്റെ റോഡ് സൈഡ് ഞാൻ ഇങ്ങനെ ചെത്തിക്കൊരിയോണ്ടിരിക്കും. എനിക്ക് അതൊരു വീക്ക്നെസ്സാ. കാരണം എന്താ പറഞ്ഞാൽ അതിൽ കൂടെയാണല്ലേ നമ്മൾ മക്കളൊക്കെ നടക്കുന്നത്. നമ്മളും വലുതും ഒരു പാമ്പിനൊക്കെ ചവിട്ടി പോണ്ട കണ്ണ് കാണാണ്ടേ. ഇങ്ങനെ റോഡ് സൈഡൊക്കെ ഭയങ്കരമായിട്ട് പുല്ല് നിറയും. അപ്പൊ ഞാൻ ഇങ്ങനെ ചെത്തിയിട്ട് ആ ചെത്തി എടുക്കലാ ഞാൻ ചാക്കിലാക്കി വെക്കും. എന്നിട്ട് ചീഞ്ഞത് ഞാൻ ഇത് അധികം ചീഞ്ഞില്ല, സമയമായില്ല. എന്നിട്ട് ഞാൻ ഈ ചെടികൾക്ക് അങ്ങ് ഇട്ട് കൊടുക്കും. ഇതിൽ ധാരാളം വളങ്ങളുണ്ട്, മൂലങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചെടിക്ക് കിട്ടും. പിന്നെ നമ്മൾ ഇതൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല, മണ്ണായി മാറിയിട്ടുണ്ടാവും. ആ മണ്ണ് നല്ല ഫലഭൂഷ്ടുള്ള മണ്ണായി മാറിയിട്ട് എൻ്റെ ഘടന തന്നെ അങ്ങ് മാറും. പിന്നെ വേറെ പ്രധാനപ്പെട്ട സംഭവം എന്താന്ന് വെച്ചാല്, ഇത് മണ്ണായി കഴിഞ്ഞാൽ മണ്ണ് ഉറക്കൂല.
മണ്ണ് നല്ല സോഫ്റ്റ് ആയിരിക്കും. ജലവും ലവണങ്ങളൊക്കെ വലിച്ചെടുക്കുന്നത് ഈ വേരാണല്ലോ. അപ്പം വേരിന് വലിച്ചെടുക്കാനുള്ള നല്ല എളുപ്പ മാർഗമാണ്. പാറ പോലെ ഉറക്കാത്തത് കൊണ്ട് എല്ലാ ഭാഗത്തും വേരെത്തും. അങ്ങനെ നമ്മളെ ചെടികൾ നല്ല ഫലഭൂ ഫലഭൂഷ്ടുള്ള ഫലഭൂഷ്ടി നല്ല ആരോഗ്യമുള്ള നല്ല ഉഷാറുള്ള തയ്യായി മാറിയിട്ടുണ്ടാവും. അങ്ങനെ നല്ല ആരോഗ്യമുള്ള തയ്യാണെങ്കിൽ ഒരുവിധ രോഗമൊന്നും അതിന് പിടിക്കൂല. പിന്നെന്ന് പറഞ്ഞാൽ നന്നായിട്ട് തളിര് വരും. തളിര് വരിക എന്ന് പറഞ്ഞാൽ കൂട്ടത്തിലൊരു മുട്ടുണ്ടാവും. അങ്ങനെ കുറേ തളിര് വന്നാൽ കുറേ മുട്ടായി ആ ചെടി ഇങ്ങനെ പൂക്കൾ കൊണ്ട് ഇങ്ങനെ നിറയും. ഇതൊക്കെ മൊട്ട് വന്ന് വെട്ടി ഓരോരുത്തർക്ക് കൊടുത്ത് അങ്ങനെ ആയതായി. ഇത് മദർ പ്ലാന്റ് അതിന്റെ മദർ പ്ലാന്റ് എന്ന് തന്നെ പറയാ. ഇതാ കണ്ടില്ലേ? പിന്നെ വന്ന് അതോ അവിടെ ഒന്ന് ചെറിയൊരു ഇതുണ്ടായിട്ട് മുട്ട് വന്ന് ഇതാ ഇതിലൊരു മുട്ട്, ഇവിടെ ഒരു തളിർന്ന് മുട്ട്, അതിനൊരു മുട്ട്, ഇതിന് വന്ന് ഇവിടെ ഇനി ഇവിടെ ബാക്കിലുണ്ട്, നിങ്ങൾ കാണൂല. എന്താ ഈ തളിർന്നൊരു മുട്ട് വരുന്നേ, ഇതൊരു മുട്ട്. ഇതൊക്കെ ആളായി വന്ന ഉഷാറുണ്ടാവും. എന്റെ മദർ പ്ലാന്റ് കൂടി പാവം വെട്ടി ഒരു പരിഭവമാക്കി ഞാൻ. എനിക്ക് കുറെ തൈകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഈ പൂക്കൾ കൊണ്ടുള്ള ഇഷ്ടം കൊണ്ട് എന്തൊരു ഭംഗിയായി കളറ്. ഒരു ലെയർ ഞാൻ ഇട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് ഇത് ഇടുന്നുണ്ട്. ഒരിക്കലും നമ്മളെ ചെടികൾ തളരരുത്. വേരിന് കിട്ടാതായി പോവരുത്. പാറ പോലെ ഉറച്ചിട്ട്. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ലെയർ ഇങ്ങനെ അങ്ങ് ചെയ്തു കൊടുത്താലേ നല്ലതാ. ഇതൊക്കെ എൻ്റെ പൂച്ചട്ടികളൊക്കെ നാശായിപ്പോയി. ഇതിനൊക്കെ ഒരു സമയമുണ്ട്. എപ്പോ ഇത് നിൽക്കൂല കാലാകാലമൊന്നും. എൻ്റെ പൊട്ടിയിട്ട് ഞാൻ പ്ലാസ്റ്റിക് കൊണ്ട് കെട്ടിയതിനിതാ. പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും നമ്മൾ ഹോൾസ് ഉണ്ടാക്കിയല്ലേ, അപ്പൊ പൊട്ടിലൂടെ നമുക്ക് വെള്ളം പൊയ്ക്കോട്ടെ എന്ന് കുഴപ്പമൊന്നുമില്ല. ഇത് നല്ല കരിയില കമ്പോസ്റ്റാ. ഇങ്ങനെ അങ്ങ് ശരിയാ, അല്ലാണ്ടാവൂല. ഒച്ചി വരുന്നത് നോക്കണം കേട്ടോ. ഈ വെള്ളം കെട്ടി നിന്ന ചളിയില് ഫസ്റ്റില് വരുന്ന ആരാന്നറിയോ? ഒച്ചി എന്നാ പറയാ ഇവിടെ. ഈ ഒച്ചി വന്നാലില്ലേ, ഞാൻ ഈ ഒച്ചി ഇങ്ങനെ ഇല തിന്നുന്നുള്ളത് ഞാൻ എൻ്റെ ഇല തിന്നു കഴിഞ്ഞ ശേഷം അറിയുന്നതൊക്കെ അനുഭവത്തിലൂടെ പഠിക്കുന്നത്. ഇത്രയും കാലം ചെടി പോറ്റിയിട്ട് ഒച്ചിൻ്റെ ശല്യം എനിക്കില്ലായിരുന്നു. ഞാൻ അറിയാതായി പോയതാണോ എന്താ അറിയില്ല. ഇക്കൊല്ലം ഞാൻ നോക്കുമ്പോൾ ചെടിയിൽ ഇങ്ങനെ നിറയെ ഇല തിന്ന് ഒറ്റൊന്നും എനിക്ക് കാണുന്നില്ല. പിന്നെ ഞാൻ നേരിൽ പഠിച്ചോ എനിക്കിട്ട് കാണിച്ചു തന്ന്, ഇതാ ചെടി തിന്നണ ആരാ നോക്കുക കാണിച്ചു തന്ന്. ഇപ്പൊ കഴിയുന്നത് ഒച്ചി നമ്മൾ മെല്ലെ എടുത്ത് മാറ്റി കളിയാ. അല്ലെങ്കിൽ ഞാൻ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതാട്ട് മെല്ലെ എപ്പം തളിച്ചു കൊടുക്കും. കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് അങ്ങനെയൊക്കെ ഇത് ഉണ്ടാവും. നമുക്ക് നല്ല റിസ്ക്കാ. ചെടി നന്നായിട്ട് ചെടി വേണം. മണ്ണിര കർഷക ബന്ധുവാ, അല്ല നമ്മളെ കുടുംബക്കാരാ. നല്ലോണം വളം ഉണ്ടാക്കി തരും. മണ്ണിര കമ്പോസ്റ്റൊക്കെ കിട്ടിയില്ലേ? ഞാൻ ഇതായൊക്കെ ഒന്ന് പരത്തി. അതിൻ്റെ ഇടയിലൊരു മണ്ണിര ഉണ്ട്. ഞാൻ കയ്യോറട്ടിയില്ല, എനിക്കതൊരു പേടി. അങ്ങനെ ഞാൻ ചെടി നടാൻ പോവുക കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ, ഇതിൻ്റെ കയ്യിൽ ഇവിടെ ഒന്ന് തൊട്ടുകൂടാ. അതൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കിയതാ. വെയിറ്റ് ഇല്ല, നമുക്ക് ആടി ഇവിടെയൊക്കെ കൊണ്ടുപോയി മാറ്റി വെക്കാം. ഇപ്പൊ ഞാൻ ഇതിലിട്ട് കഴിഞ്ഞത് എന്താണ് നിങ്ങൾ വളമിടലെന്ന് എന്നോട് ചോദിക്കാത്തവരില്ല. ഞാൻ ഗുഡ് മോർണിംഗ് ഇടും രാവിലെ എൻ്റെ പൂക്കളൊക്കെ കാണിച്ചുകൊണ്ട്. ഇതെന്താണ് നിങ്ങൾ എന്താ വളം കൊടുക്കുന്നത്, എന്താ ഇതിങ്ങനെ വയനാടായിട്ടാന്ന് ഞാൻ പറയല്ലേ. കാരണം എന്താ അറിയോ, വയനാടായി വിചാരിച്ചിട്ട് നമ്മൾ നട്ടുപോയി കിടന്നുറങ്ങിയാൽ ഒന്നും ഉണ്ടാവൂല. നല്ല പരിചരണം വേണം. രാവിലെ ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും എൻ്റെ ചെടികൾക്ക് കൊടുത്തിട്ടേ ഞാൻ കഴിക്കൂ. അപ്പൊ ഞാൻ ഇവർക്ക് ഏതാണോ വേണ്ടത് ചില സ്പെഷ്യൽ വെറൈറ്റിയൊക്കെ പഴത്തോട് മുട്ടത്തോടും ഒക്കെ പഴത്തോടും ഒക്കെ അരച്ചിട്ട് ഞാൻ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതിൽ നേർപ്പിച്ചൊക്കെ ഒഴിച്ചു കൊടുക്കൂ. അങ്ങനെ പിടിപ്പിക്കുന്നത് അതൊക്കെ അങ്ങനെയാ ഇതാക്കുന്നത്. പിന്നെ കരിയില കമ്പോസ്റ്റ്, ഇതാ കണ്ടില്ലേ, കരിയില കമ്പോസ്റ്റിലാണ് ഞാനിപ്പോൾ ഇത് നടുന്നത്. ഇപ്പം ഞാൻ എൻ്റെ നടുന്ന രീതി കണ്ടല്ലോ, വളം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അങ്ങനെയാണ് ചെടികൾ ഉണ്ടാകുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ഒന്ന് നടട്ടെ. പഞ്ചറായിക്ക് ഇതിൽ എന്താ ഇത് 2 ആഴ്ച ആയിട്ടാ. 2 ആഴ്ച ആയിപ്പോയില്ല, അതുകൊണ്ടാ. 2-3 ആഴ്ചയൊക്കെ ഇത് നിൽക്കൂ. ഈ രാവിലെ ബിസ്മില്ലാഹിർ റഹീം നല്ല ഭംഗിയിൽ പൂക്കൾ തരട്ടെ.
എനിക്ക് മാത്രല്ല എൻ്റെത് കണ്ട് അതുപോലെ ഉണ്ടാക്കുന്ന കുറേ പ്രിയപ്പെട്ട ചങ്ക് എന്ന് തന്നെ പറയാം അവരെനിക്കുണ്ട്. അവര് നടുന്നത് ഇങ്ങനെ പൂക്കൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. എൻ്റെത് കണ്ടിട്ടാണല്ലോ ഇപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. എത്രയോ പേര് പറയുന്നുണ്ട് എന്തൊരു എളുപ്പമായി ഇപ്പൊ മുറ്റടിച്ചാരാൻ സുഖം. മുറ്റടിച്ചാരിൽ കുറേ പിന്നെ ചപ്പുകൾ ഉണ്ടാകുന്നത് കാണുന്നതൊരു സുഖം. കാരണം എന്താണെന്നാണ് അടിച്ചു വാരിയിട്ട് നമ്മൾ വളാക്കി മാറ്റാം. അത് ഇഷ്ടപ്പെട്ടു പോലെ ഞാൻ ലൈവായിട്ട് വിളവെടുപ്പും കാണിക്കുന്ന അതാ. ഞാൻ ഒക്കെ ലൈവായിട്ടാ കാണിക്കുന്നത് കേട്ടോ. ഇന്ത്യയിൽ വേറെ ഒന്നുമില്ല. ഞാൻ ചില്ലിക്കാശ് മുടക്കാത്ത സംഭവങ്ങളാ. നിങ്ങൾ ഇതൊന്ന് നഴ്സറി പോയി ചോദിക്ക്, എന്നാലറിയ ഇതിന്റെ വില. ഭയങ്കര വിലയാ ഇതിനൊക്കെ ഭയങ്കര വിലയാ. ഇപ്പൊ ഒന്ന് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങണേ, അത് ഞാൻ പറയാ. ഇത് കണ്ടിട്ട് എന്നോട് അയച്ചു തരുമോന്നൊന്നും ആരും ചോദിക്കരുത്. കൊറിയറൊന്നും ഞാൻ ആർക്കും അയച്ചു കൊടുക്കാറില്ല. കാരണം ഞാൻ അങ്ങ് മെനക്കെട്ട് കഴിഞ്ഞാൽ ഫുൾ എന്നോട് ചോദിക്കുന്നവരേ ഉള്ളൂ. ഇവിടെ വരുന്നവർക്കൊക്കെ ഞാൻ ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കലുണ്ട്. തിരുവനന്തപുരത്തുകാർ വന്നപ്പോൾ ഞാൻ തൈ തന്നെ കൊടുത്തു അവർക്ക്. എൻ്റെ ചെടികൾ എന്നോടുള്ള ഇഷ്ടം കൊണ്ട്, ചെടി ഉണ്ടാക്കുന്ന ഇഷ്ടം കൊണ്ട്, കർഷകർ അങ്ങനെയാണ് തമ്മിൽ ബന്ധപ്പെടുമല്ലോ. അങ്ങനെ അവർ വന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടേക്ക് വന്ന് അവർക്ക് ഞാൻ ഇതൊക്കെ അങ്ങനെ പൊട്ടിച്ചു കൊടുത്തതാ. ഇതിന്റെ തയ്യൊക്കെ ആക്കി കൊടുത്തു. ഇത് ഇഷ്ടപ്പെടാത്ത ഒരാളും ഇല്ല. ഇന്നലെ തന്നെ ഇവിടെ വന്നു. ഇന്നലെ ഇതിൽ കൂടെ കാറിലെന്നും പോകും പോലും കച്ചവടം ചെയ്യുന്നവര്. അപ്പൊ അവര് നിർത്തിയിട്ട് എന്നോട് ചോദിച്ചു, ഈ ബോഗൺവില്ല പല കളറിന്റെ പൊട്ട് വാങ്ങിക്കൊണ്ടുപോയി, പിന്നെ ഇതിന്റെ കൊണ്ടുപോയി. അപ്പൊ എന്നോട് അവര് പറഞ്ഞ് എന്നോട് ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടം, അമ്മ എന്നെ പോലെ ചെടി ഭ്രാന്തത്തിയാണ്. അപ്പൊ ഞാനത് കേട്ടപ്പോ ഞാൻ കുറെ അങ്ങ് കൊടുത്തു, കുറെ നട്ടുപിടിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇതിലെ പോകുന്നവർ കയറിയ ഞാൻ കൊടുക്കൂട്ടോ. എനിക്ക് ഇങ്ങനെയല്ല ഉണ്ടാകുന്നത്. നമ്മൾ എത്ര കൊടുക്കുന്നോ അതിന്റെ ഇരട്ടിയായിട്ട് നമ്മൾ പഠിച്ചോന്ന് തരൂ, എങ്ങനെങ്കിലും തന്നിരിക്കൂ. എന്താ അങ്ങനെതാ വിജയകരമായിട്ട് ഇതിഞ്ഞ് വെയിലത്ത് വെക്കാം, ഒരു കുഴപ്പമില്ല. അത് വേര് പിടിച്ചതാ. ഞാൻ അങ്ങോട്ട് അതുപോലെ ഇറക്കിയതാ. കണ്ടില്ലേ എൻ്റെ പ്രിയപ്പെട്ടവർ, കണ്ടില്ലേ? അങ്ങനെ ഞാൻ ഒന്ന് നട്ട് കഴിഞ്ഞു. ഇനി എനിക്ക് 2, 3, 4 ഒക്കെ ഉണ്ട്. അത് ഞാൻ ഇന്ന് നടുന്നില്ല, പിന്നെ നിങ്ങളെ കാണിച്ചു തന്നിട്ടേ ഉള്ളൂ. എനിക്ക് ഇനി ധാരാളം പണിയുണ്ട്. നമ്മൾ ലേഡീസിന് എന്തെല്ലാം പണിയുണ്ട്. ഒന്ന് നട്ട് നിങ്ങളെ കാണിക്കുക. ഇതെന്നോട് പ്രത്യേകം ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മള് രാവിലെ നനക്കുമ്പോൾ ഇതൊക്കെ അങ്ങ് നോക്കുക. ഇതെല്ലാം അങ്ങ് പോകണം കൂട്ടത്തിൽ. ഉണങ്ങിയതൊന്നും അതിന് വെക്കുന്നത് നല്ലതല്ല, ആരോഗ്യത്തിന് നല്ല ആരോഗ്യത്തിലൂടെ വളരണമെങ്കിൽ ഒക്കെ പോക്കണം. അങ്ങനത്തെ ഫ്രഷായി നിൽക്കണം. പുല്ല് കളയണോ, നനച്ച് കൊടുക്കുക. പുല്ല് അങ്ങനെ എപ്പോഴും പറിക്കല, ഇനിയുണ്ട് പുല്ല് ഇടയില്. അപ്പൊ ഇത്രേ ഉള്ളൂ എൻ്റെ ജെറേനിയ പൂച്ചെടിന്റെ പ്രത്യേകത. ഇനി പ്രത്യേകതയും നടുന്ന രീതിയും പൂടുന്നതൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ഇനി ഞാൻ അടുത്ത ഡെയ്സിന്റെ ഞാൻ കുറെ തൈ ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് കുറെ ഇതുണ്ട്. ഡെയ്സിനെ എനിക്ക് പ്രത്യേക ഭംഗിയാ. ഡെയ്സിന്റെ കളറ് ബോഗൺവില്ല അതുപോലെ ബോഗൺവില്ല കമ്പാണ്, ഇത് കമ്പാണ്, ഇത് കമ്പ് പൊട്ടിക്കുന്നതാണ്. അങ്ങനെ കുറെ ഒരു വിധമൊക്കെ കമ്പ. അതുപോലെ ബാക്കിൽ കാണുന്ന മെലസ്റ്റോമ ജോമോ, അത് ചോദിക്കാത്ത ഒരാളും ഇല്ല. അതിന് ഇല കാണൂല, തപ്പണം ഇല കാണുക, അത്രക്കും പൂക്കള. അതും അതും ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോ ഞാനിത് നട്ട് കഴിഞ്ഞു. പൂക്കൾ നടുന്ന വീഡിയോ ഇതുകൊണ്ട് പൂക്കളെ കാണിച്ചതാ. ഡെയ്സി, ഇതെന്റെ ജെറേനിയ, ഇതാണ് എൻ്റെ മദർ പ്ലാന്റ്. ഇതിൽ നിറയെ മുട്ടതാ. കമ്പ് കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പൊട്ടിച്ചിട്ടുണ്ടായതാ. ഇതാണ് മുട്ട്. ഇവിടെ ഒരു ഡെയ്സി, വേറൊരു ഡെയ്സി. ഇതാ നിറയെ മുട്ട് ഉണ്ടായി വരുന്നു. ഇതിങ്ങോട്ട് വിരിയുമുണ്ടാകുന്ന ഒരു ഭംഗി. ഇത് കുഞ്ഞ. ഇത് ആ മെലസ്റ്റോമ പിടിപ്പിച്ചതാ, പൂവിടാൻ തുടങ്ങി. നിറയെ മുട്ട് നോക്കിയാ കാണും ഇങ്ങോട്ട്, നിറയെ മുട്ട. ഇതൊരു കുഞ്ഞ് ഡെയ്സി, അതും ഇതാ വരുന്ന്. ഇതാണ് മെലസ്റ്റോമ. ഞാൻ പറഞ്ഞില്ല ഇല കാണാണ്ട് പൂവിടുന്ന്. ഇത് ബോഗൺവില്ല പൂവിടൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിന് നന്നായിട്ട് പൂവിടും. നല്ല വെയിൽ വേണം. വെയിലിന് വേണ്ടി അത് അങ്ങ് അതിന്റെ മേലെയൊക്കെ നിറച്ച് പൂവിട്ടത്. നല്ല വെയിലാണ് ഈ ബോഗൺവില്ലക്ക് വേണ്ടത്. അതാണ് അവരെ വളം തന്നെ.
വെയില് പടരാനുള്ള സൗകര്യവും വെയിലും ഇങ്ങോട്ട് കിട്ടിയാൽ നമുക്ക് ഒരു വാളും ചെയ്യണ്ട. നിലത്താണെങ്കിൽ കേട്ടോ, നിലത്താ പിടിപ്പിച്ചെങ്കിൽ. ഇതൊക്കെ നിലത്താ, റോഡിന്റെ അപ്പുറത്ത് ചുമരിന്റെ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ട് തട്ടി മാറ്റിയത്, അങ്ങനെ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ ജെറേനിയം വീഡിയോ ഇത്രയേ ഉള്ളൂ, പിടിപ്പിക്കൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.